സ്വകാര്യ മേഖലയിലെ സ്വകാര്യ കമ്പനികൾക്കാണോ ഈ ഖനനാവകാശം കൊടുക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടെയുണ്ട്. അതെ. മാത്രമല്ല അത് നമ്മൾ ഈ ഫെഡറലിസത്തെ ബാധിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. അതെ, കാരണം ഈ സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ എത്ര വിഹിതം കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള ഗ്രാൻറ്റ് ഇപ്പോൾ കേരളം ആവശ്യപ്പെട്ടത് 50% കിട്ടണമെന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രപ്പോസൽ 41% ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ ബഡ്ജറ്റിൽ. ബംഗാൾ മാത്രമാണ് ഒരുപക്ഷെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുള്ളത്. അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയായിരിക്കും ഈ പറയുന്ന പോലെ കാര്യമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാതെ പോയതെന്ന് എനിക്ക് തോന്നുന്നു. വളരെ പെട്ടെന്നുള്ള പ്രഖ്യാപനങ്ങൾ കേട്ടതോടുകൂടി മാർക്കറ്റ് അങ്ങനെ തന്നെയാണ്. മാർക്കറ്റ് എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് മാർക്കറ്റ് നോക്കില്ല. മാർക്കറ്റിന് റിയാക്ഷൻ പെട്ടെന്ന് വരും, പിന്നെയാണ് ആക്ഷൻ വരുന്നത്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെൻറ്റിൽ തൻ്റെ 9ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ഒരു ഞായറാഴ്ച ദിവസമാണ് ബജറ്റ് അവതരിപ്പിച്ചത് എന്ന അപൂർവതയുമുണ്ട്. ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി പറഞ്ഞത് രാജ്യം വളർച്ചയുടെ പാതയിലാണ് എന്നാണ്. ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വർധനയുണ്ടായിരിക്കുന്നു, വലിയ തോതിലുള്ള തൊഴിലുകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നൊക്കെയാണ് ബജറ്റ് പ്രഖ്യാപനത്തിൽ ധനമന്ത്രി അവകാശപ്പെട്ടത്. അതോടൊപ്പം കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ കേരളത്തോട് ഈ ബജറ്റ് നീതി പുലർത്തിയോ എന്ന ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കേരളം പലപ്പോഴായി ഉന്നയിക്കുന്ന ഈ അടുത്ത ദിവസങ്ങളിൽ വരെ ചർച്ചയായ ഹൈസ്പീഡ് റെയിൽവേ പോലുള്ള പദ്ധതികൾ, എയിംസ് എന്ന് പറയുന്ന ദീർഘകാല ആവശ്യം, അതുപോലെ തന്നെ മറ്റ് കേരളത്തിന് കൂടുതൽ ഗ്രാൻറ്റ് വേണം, പ്രത്യേക പാക്കേജ് വേണമെന്ന ആവശ്യം, ഇതൊന്നും തന്നെ ബജറ്റിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. ഇന്ന് ചർച്ച ചെയ്യുന്നത് ധനമന്ത്രി അവകാശപ്പെടുന്നത് പോലെ രാജ്യം ഒരു വളർച്ചയുടെ പാതയിലൂടെയാണോ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന മുന്നോട്ട് പോകുന്നത് എന്നാണ്. അതോടൊപ്പം തന്നെ കേരളത്തോട് ഈ ബജറ്റ് നീതി പുലർത്തിയോ എന്ന വിഷയം കൂടിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാൻ 2 പേരാണുള്ളത്. ഒന്ന് ശ്രീ സനേഷ് ചോലക്കാടൻ, അദ്ദേഹം കൊമേഴ്സ് അധ്യാപകനും സെബിയുടെ ട്രെയിനറുമാണ്. ശ്രീ ഷിവിയം തോമസ്, അദ്ദേഹം എക്കണോമിക്സ് അധ്യാപകനും സാമ്പത്തികകാര്യ വിദഗ്ധനുമാണ്. 2 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യമായി ഈ ധനമന്ത്രി പറയുന്നത് പോലെ ഇന്ത്യ വളർച്ചയുടെ പാതയിലൂടെയാണോ മുന്നോട്ട് പോകുന്നതെന്നാണ് ആദ്യമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇതിപ്പോൾ 9ാമത്തെ ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്. വളർച്ച എന്ന് പറയുന്നത് ഇൻക്ലൂസീവായൊരു വളർച്ചയെക്കുറിച്ച് തന്നെയാണ് ഈ ബജറ്റിലും പറഞ്ഞത്. സബ്കാ വികാസ് എന്ന ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ട്, അങ്ങനെ സബ്കാ വികാസ്, എല്ലാവരുടെയും വികസനത്തിന് ഉതകുന്ന ഒരു ബജറ്റാണോ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് സാർ? ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ്, അത് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തെപ്പറ്റി നമുക്കൊരു ചിത്രം ആലോചിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത് 3ാമത്തെ ബഡ്ജറ്റാണ്. അപ്പോൾ ഉടനെ എങ്ങും പാർലമെൻറ്റിലേക്ക് ഒരു ഇലക്ഷൻ വരാൻ സാധ്യതയില്ല. അപ്പോൾ ഗവൺമെൻറ് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ്, ഒരു സമയമാണിത്. ആ സമയത്ത് അവതരിപ്പിച്ച ബഡ്ജറ്റാണ്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ല. പിന്നെ ഗവൺമെൻറ് നയപരമായ സമീപനം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്ന് പറഞ്ഞാൽ ഒരു വലതുപക്ഷ നയപരമായ സമീപനമാണ്. ആ നയപരമായ സമീപനം തീർച്ചയായിട്ടും ബഡ്ജറ്റിൽ പ്രതിഫലിപ്പിക്കപ്പെടുന്നുണ്ട്. വളർച്ചയുടെ പാതയിലാണോ ബഡ്ജറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനമന്ത്രി അവകാശപ്പെടുന്നത് 7% വളർച്ചയുണ്ട് എന്നുള്ളതാണ്. ആ വളർച്ച എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഫണ്ടമെൻ്റലായിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് ധനക്കമ്മി 4.5% താഴെ പിടിച്ചു നിർത്താൻ സാധിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ട്. അതേപോലെ ഡെറ്റ് GDP റേഷ്യോയ്ക്ക് കുറവ് വന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ സാമ്പത്തികപരമായിട്ട് ചില ശക്തമായിട്ട നിലയിലാണ് എന്ന് ധനമന്ത്രിയുടെ ഒരു അവകാശവാദം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇതിനകത്ത് എല്ലാവരെയും ഉൾക്കൊണ്ടിട്ടുള്ളൊരു ബഡ്ജറ്റാണോ? എല്ലാ മേഖലയും ഉൾക്കൊണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് നമ്മളിതിനകത്ത് ചിന്തിക്കുമ്പോൾ വൻകിട കോർപ്പറേറ്റുകൾക്ക് അങ്ങനെ വലിയൊരു പ്രാധാന്യം ഈ ബഡ്ജറ്റിൽ കാണുന്നില്ല. ഇപ്പോൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഉടനെ തന്നെ സെൻസെക്സ് വളരെയധികം താഴേക്ക് വന്നു, നിഫ്റ്റി വളരെയധികം താഴേക്ക് വന്നു. ഒരു മധ്യവർത്തി സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന അവർക്ക് കൂടുതൽ ആനുകൂല്യം നൽകുന്ന ചില പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ ബഡ്ജറ്റിൽ കാണാം.
പ്രത്യേകിച്ച് MSMEക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നു. അതുപോലെ വിദേശത്തു നിന്നുള്ള ഫണ്ടിന് അങ്ങനെയുള്ള വിദേശ കമ്പനികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നു. വിദേശത്തു നിന്നുള്ള പിന്നെ ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് പ്രാധാന്യം നൽകുന്നു. അതേപോലെ IT സെക്ടറിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അങ്ങനെയുള്ള സംരംഭങ്ങൾക്ക്, മധ്യവർത്തി രീതിയിലുള്ള സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ബഡ്ജറ്റായിട്ട് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻക്ലൂസീവായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വളർച്ചയുണ്ടോ? ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൃഷി മേഖലയ്ക്ക് ഇപ്പോഴും ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ കൂടുതൽ നടക്കുന്നത് കൃഷി മേഖല. ഒരു കാർഷിക രാജ്യം തന്നെയാണ് ഇന്ത്യ, ഒരു കാർഷിക രാജ്യം തന്നെയാണ്, ഇപ്പോഴും കാർഷിക രാജ്യം തന്നെയാണ്. കൃഷി മേഖലയ്ക്ക് ബഡ്ജറ്റ് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാധാന്യം അതിനകത്ത് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് അത് കൊടുത്തില്ല എന്നത് ആലോചിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് നമുക്ക് ധാരാളം പദ്ധതികൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതായിട്ട് നമുക്കറിയാം. ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ പേര് ഇപ്പോൾ ഒരു ഖാദി പിന്നെ ഒരു വ്യവസായത്തിന് ഇപ്പോൾ അതിൻ്റെ ഒരു ഇൻസെൻറ്റീവായിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ലാണ്ട്, അപ്പോൾ അങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പിന്നെ പദ്ധതികൾ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പ്രത്യേകമായ പദ്ധതികളൊന്നും തന്നെയില്ല. ഇപ്പോഴും നമുക്ക് നമ്മുടെ നഗരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, വൻകിട നഗരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അവിടെ വൻകിട സൗധങ്ങളുടെ തൊട്ട് താഴെ തന്നെ സാധാ പാവപ്പെട്ട ആളുകൾ, ചേരി പ്രദേശങ്ങളിലൊക്കെ സാധാരണ ആളുകൾ താമസിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ അടുത്തിടെ തന്നെ ഞാൻ ഒരു വൻകിട നഗരത്തിലേക്ക് പോയപ്പോൾ ഇപ്പോഴും ആളുകൾ റോഡരികിൽ കിടന്നുറങ്ങുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതായിട്ട് ഒന്നും തന്നെ കാണുന്നില്ല. അതുപോലെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം പിന്നെ വിദ്യാഭ്യാസ സെൻറ്ററുകൾ കൊണ്ടുവരുമെന്നൊരു 4-5 സെൻറ്ററുകൾ, അങ്ങനെ ഒരു ടൗൺഷിപ്പുകൾ വിദ്യാഭ്യാസ ടൗൺഷിപ്പുകൾ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞൊരു പ്രഖ്യാപനം അല്ലാണ്ട് ആ വിദ്യാഭ്യാസ ടൗൺഷിപ്പുകൾ ആർക്ക് വേണ്ടിയിട്ടാണ്? അത് സ്വകാര്യ മേഖലയ്ക്കാണോ? അത് പിന്നെ സാധാരണ ആളുകൾക്ക്, ഇപ്പോഴും ഗ്രാമങ്ങളിലുള്ള സാധാരണ ആളുകൾക്ക്, ഇപ്പോഴും ഗ്രാമങ്ങളിലൊക്കെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് വളരെ പരിതാപകരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഏത് രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുമെന്നതിനെപ്പറ്റി ബഡ്ജറ്റ് ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യവും കൊണ്ടുവന്നിട്ടില്ല. അതേപോലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾക്ക് ചില പാക്കേജുകൾ, ചില പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതായിട്ട് കാണുന്നതല്ലാണ്ട് സ്പെസിഫിക്കായിട്ട് സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രത്യേക പദ്ധതികൾ കാണുന്നില്ല. അപ്പോൾ ഒരു അന്തരം കൂട്ടാനുള്ള വളർച്ച നല്ലത് തന്നെ, വളർച്ച പറഞ്ഞതൊക്കെ തന്നെ നല്ലത് തന്നെയാണ്. കാരണം അങ്ങനെ കുറേ പാരാമീറ്റേഴ്സ് അവിടെ ഉള്ളത് നല്ലതാണ്. പക്ഷെ വളർച്ചയോട് കൂടി തന്നെ ഈ പറയുന്ന ഈ അന്തരങ്ങൾ, വിതരണത്തിലുള്ള അന്തരം ഒഴിവാക്കിയെങ്കിൽ മാത്രമാണ് നമ്മൾ ശരിയായൊരു സാമ്പത്തിക വളർച്ചയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു സാമ്പത്തിക വിശകലനം എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം. സാധാരണ നിലയ്ക്കൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ പ്രതീക്ഷയോടെ തന്നെ നമുക്ക് റെസ്പോൺസ് അറിയാൻ പറ്റും. പക്ഷേ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നേരത്തെ ഷിബി സാറ് പറഞ്ഞതുപോലെ തന്നെ സ്റ്റോക്കിലൊരു വലിയ മാർക്കറ്റിലൊരു വലിയ ഇടിവാണ് സംഭവിച്ചത്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു റെസ്പോൺസ് പെട്ടെന്ന് തന്നെ വന്നത് എന്നുള്ളൊരു? ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ഇതിനകത്ത്. കാരണം ഒരുപാട് പ്രഖ്യാപനങ്ങൾ അതിനകത്ത് വരും. അതിനനുസരിച്ച് ഓഹരി വിപണിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. അത് നിക്ഷേപം പലപ്പോഴും നമുക്ക് വരുന്നത് കമ്പനികളോട്, സ്വകാര്യ നിക്ഷേപങ്ങൾ എപ്പോഴും നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കമ്പനികളിലേക്ക് വരുന്ന നിക്ഷേപങ്ങളൊക്കെയാണ്. അപ്പോൾ പലപ്പോഴും ഇതിനെ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നയങ്ങളാണ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും വന്നില്ല. രണ്ടാമത് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയം നടക്കുന്നത് ഡെറിവേറ്റീവ് ട്രേഡുകളിലാണ്. ആ ഡെറിവേറ്റീവ് ട്രേഡുകളിൽ അത് സർക്കാർ എടുത്തൊരു സമീപനത്തിലൊരു ശരിയുണ്ട് എന്ന് പറഞ്ഞാൽ, ഏറ്റവും സാധാരണക്കാരായ ആളുകൾ പോയിട്ട് ഹൈലി സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡെറിവേറ്റീവ് ട്രേഡുകളിലൊക്കെ ചെയ്ത് ഒരുപാട് കാശ് അവർ കളയുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ ഒന്ന് നിരുത്സാഹപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ടാക്സേഷനിലൊക്കെ വർധനവ്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിലൊക്കെ വർധനവ് വരുത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ ട്രേഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളെയും, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളാണെങ്കിലും ശരി, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനങ്ങളാണെങ്കിലും ശരി, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. വളരെ പെട്ടെന്നായിരുന്നു ആ പ്രതികരണം മാർക്കറ്റിൽ. ആ ഒരു പ്രഖ്യാപനം വന്ന ശേഷമാണ്. ഞായറാഴ്ചയായിട്ടൊന്ന് മാർക്കറ്റ് തുറന്നിരുന്നു. അത് ഈ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന ദിവസം അതിൻ്റെ പ്രതിഫലനം അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അതേ സമയം തന്നെ അത് വേണം. കാരണം അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്പെക്കുലേഷൻസും ഒക്കെ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇന്ന് തുറന്നത്. അപ്പോൾ
വളരെ പെട്ടെന്നുള്ള പ്രഖ്യാപനങ്ങൾ കേട്ടതോടുകൂടി മാർക്കറ്റ് അങ്ങനെ തന്നെയാണ്. മാർക്കറ്റ് എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് മാർക്കറ്റ് നോക്കില്ല. മാർക്കറ്റിന് റിയാക്ഷൻ പെട്ടെന്ന് വരും, പിന്നെയാണ് ആക്ഷൻ വരുന്നത്. അതാണ് മാർക്കറ്റിന്, അതാണ് ഒരു സഡൻലി ഒരു ഇതിൻ്റെ. ഇനി ചർച്ചകൾക്ക് വിധേയമാവട്ടെ. ബഡ്ജറ്റിൽ എന്താണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് നമുക്കിത് അവരെ ചർച്ചകൾ കഴിഞ്ഞ് പാർലമെൻറ്റിൽ അത് പാസ്സായി വരണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടെങ്കിൽ കാണാം. എന്തായാലും ഇപ്പോഴത്തെ പ്രഖ്യാപനങ്ങൾ അനുസരിച്ച് അത് മാർക്കറ്റ് ഫ്രണ്ട്ലി അല്ല. നമ്മൾ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം വലിയൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. 7 ഹൈസ്പീഡ് റെയിൽ കോറിഡോറുകൾ ഉണ്ടാവും. അങ്ങനെ അത് വലിയ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ കോറിഡോർ തന്നെയാണ്. അത് കേരളത്തെ ഒഴിവാക്കി എന്നുള്ളൊരു പ്രശ്നം കൂടെയുണ്ട്. കേരളം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തത് ഹൈസ്പീഡ് ട്രെയിനിനെ കുറിച്ചും സെമി ഹൈസ്പീഡ് ട്രെയിനിനെ കുറിച്ചുള്ള 2 പ്രൊജക്റ്റുകളാണ് മുന്നോട്ട് വെച്ചത്. അതൊന്നും കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇപ്പം 5 സംസ്ഥാനങ്ങളിലാണ്, പോണ്ടിച്ചേരി ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലാണ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ഇപ്പം തമിഴ്നാടിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 2 ഹൈദരാബാദിലേക്കും അതുപോലെ തന്നെ ബംഗളൂരുവിലേക്കും 2 ഹൈസ്പീഡ് കോറിഡോറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്ന് 3 കോറിഡോറുകൾ ആ നിലയ്ക്ക് വരുന്നുണ്ട്. പിന്നെ ഒന്ന് സിലിഗുരിയിൽ നിന്നാണ് വേറൊരു കോറിഡോർ, വാരണാസിയിലേക്കാണ് ഒരു കോറിഡോർ പ്രഖ്യാപിച്ചത്. കേരളത്തോടുള്ള ഈ അവഗണന എന്തുകൊണ്ട്, ഈ ചർച്ച നടക്കുന്നതിനിടയിലും ഇത്തരമൊരു അവഗണന എന്തുകൊണ്ട് സംഭവിച്ചു? ഹൈസ്പീഡ് കോറിഡോറിൻ്റെ കാര്യം മറ്റു മേഖലകളിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഇത് ഈ ഹൈസ്പീഡ് കോറിഡോർ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഞാൻ ബഡ്ജറ്റ് സ്പീച്ച് ഏകദേശം കണ്ടിരുന്നു. അപ്പോൾ അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന 5 ഹൈസ്പീഡ് കോറിഡോർ പിന്നെ ഗവൺമെൻറ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. അത് ഞാനും അത് കാത്തിരുന്നു, കേരളത്തിൻ്റെ ലാസ്റ്റെങ്കിലും കേരളത്തിൻ്റെ നമ്മുടെ ഹൈസ്പീഡ് കോറിഡോറിലേക്ക് വരുമോ എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് എന്ന ഒരു ദുരൂഹതയാണ്. കാരണം പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീധരനും ഒക്കെ പിന്നെ ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ തരും, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ഹൈസ്പീഡ് കോറിഡോർ മാത്രമല്ല, കേരളത്തിൻ്റെ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നിരവധി മേൽപ്പാലങ്ങളുടെ ഡിമാൻഡ് പല സ്ഥലങ്ങളിലുണ്ട്. അതുപോലെ അടിപ്പാതകളുടെ ഡിമാൻഡുണ്ട്. അതൊന്നും ഒരു തരത്തിലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ നമ്മുടെ ശബരി റെയിൽ എത്രയോ കാലം മുമ്പ് ഇപ്പോഴും അവിടെ ഈ ശബരി റെയിലിന് കുറ്റിയടിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ഇതിനകത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഹൈസ്പീഡ് റെയിലിനെ പറ്റിയിട്ടുള്ളൊരു പ്രഖ്യാപനം ബഡ്ജറ്റിൽ വരാത്തത് എന്നുള്ളത് തികച്ചും ഒരു ദുരൂഹമായ കാര്യമാണ്. കാരണം തിരുവനന്തപുരത്ത് BJPക്ക് തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ കിട്ടി. അപ്പോൾ അടുത്തത് നിയമസഭാ ഇലക്ഷൻ ഉടനെ വരാൻ പോവുകയാണ്, ഏപ്രിൽ വരാൻ പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസെൻറ്റീവ് കൊടുക്കും എന്ന് നമ്മൾ കരുതിയിരുന്നു. ഇനി അതൊരു സ്ട്രാറ്റജിയാണോ, ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ MP മാരുടെ കണക്കിൽ BJPക്ക് ആകെ ഒരു MP ഉള്ളൂ, തൃശ്ശൂരിൽ നിന്നൊരു MP ഉള്ളൂ. അപ്പോൾ ഞങ്ങളോട് ചേർന്ന് നിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പാണോ, എന്താണ്? ജനങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയാണ്. ജനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നതാണ്. അതെ, സാധാരണ ജനങ്ങൾ സർക്കാരിനെയാണ് സമ്മർദ്ദത്തിലാക്കുന്നത്. അപ്പോൾ ജനങ്ങളെ സമ്മർദ്ദത്തിലാക്കാനോ അതോ ഇതിന് ശേഷം ഈ ബഡ്ജറ്റിന് ശേഷം ഇത് ആരെങ്കിലും വഴി പ്രഖ്യാപിക്കാനാണോ, കേന്ദ്ര ഗവൺമെൻറ്റിലെ കേന്ദ്രമന്ത്രിമാർ വഴിയോ എന്തെങ്കിലും ഒരു ഇലക്ഷന് മുമ്പുള്ളൊരു പ്രഖ്യാപനം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് പ്രഖ്യാപിക്കാനാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന പല കാര്യങ്ങളും കേരളത്തിന് കിട്ടിയിട്ടില്ല, ഈ പറയുന്ന അതിവേഗ റെയിൽ കോറിഡോർ ഉൾപ്പെടെ. നമ്മൾ സാധാരണ നിലയ്ക്ക് ഇപ്പം നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ്. അപ്പം ഈ ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക? അപ്പോൾ ഇന്ത്യയിലെ ചെറുകിട വ്യാപാര മേഖല, ചെറുകിട വ്യവസായ മേഖലയ്ക്ക് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ടെന്നാണ് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ പറയുന്നത്. പക്ഷേ നീക്കിവെച്ചിരിക്കുന്ന തുക വളരെ കുറവാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്കൊക്കെ നീക്കിവെച്ചിരിക്കുന്ന തുക കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ വലിയ തോതിൽ ചില നീക്കങ്ങൾ നടന്നത്. ഇപ്പോൾ കർഷകർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള 2000 രൂപ അക്കൗണ്ടിലെത്തിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇത്തവണ അത്തരം ഒരു കാര്യങ്ങളും പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടില്ല. കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന 1-2 കാര്യങ്ങളുണ്ട്. പക്ഷേ അതായത് ഒന്ന്, നാളികേര മേഖലയിലെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ കൊക്കോയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി, കശുവണ്ടിയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് കേരളത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്ന 1-2 കാര്യങ്ങൾ. ഇതെങ്ങനെയാണ് അത് പ്രയോഗത്തിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല.
എനിക്ക് തോന്നുന്നത് ഈ നാളികേരത്തിൽ കേരളത്തെക്കാളും കൂടുതൽ ഇപ്പം കൃഷി ചെയ്യുന്നതും പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതും ഇപ്പോൾ തമിഴ്നാടാണ്. അപ്പോൾ അത് തമിഴ്നാട്ടിലാണ് ഇത് കൂടുതൽ പ്രയോജനപ്പെടുക എന്ന് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ ഈ പറയുന്ന കയർ വ്യവസായ മേഖലയേക്കാൾ വളരെ വലിയ സ്തംഭനാവസ്ഥയിലും തകർച്ചയിലും ഒക്കെ നിൽക്കുകയാണ്. അതിനെ പുനരുദ്ധരിക്കാൻ എന്തെങ്കിലും ശ്രമം ഏതെങ്കിലും സർക്കാരുകൾ നടത്തുന്നതെന്ന് സംശയമാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയായിരിക്കും ഒരു കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനെ ഒരു നോക്കിക്കാണുക എന്നൊരു? കേരളത്തിലെ ജനങ്ങൾക്ക് നമ്മൾ കേരളത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ മലയാളികൾ എന്നുള്ള രീതിയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളേറ്റവും കൂടുതൽ നോക്കുന്നത് ഒരു ബഡ്ജറ്റ് വരുമ്പോൾ നമുക്കെന്ത് ഗുണമുണ്ടാവുന്ന പണ്ട് നോക്കുന്നത് എത്ര തീവണ്ടി കിട്ടേണ്ടി, അതെ, എന്തിനൊക്കെ വില കുറയും, എന്തിനൊക്കെ വില കൂടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല. തീവണ്ടികൾ ഇതിനകത്തല്ല പ്രഖ്യാപിക്കുന്നത്. പിന്നെ സാധനങ്ങളുടെ വില കൂടുന്നതും കുറയുന്നതും GST വന്നതോടുകൂടി GST കൗൺസിലാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും പിന്നെ നമ്മൾ അതിനകത്ത് വെച്ച് പുലർത്തുന്നതിന് അർത്ഥമില്ല. പിന്നെ മലയാളികൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് വേറെയുള്ള പ്രോജക്റ്റുകൾ വല്ലതും കിട്ടിയോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എയിംസ് നമ്മളിതുപോലെ പ്രതീക്ഷിച്ചു. നമ്മുടെ സുരേഷ് ഗോപി MP ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എയിംസ് വരും, അത് തൃശ്ശൂർ വേണോ ആലപ്പുഴ വേണോ ഇവിടെ വേണോ എന്നുള്ള കാര്യത്തിൽ അത് ഇത്തരം പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങൾ ഏത് സമയം വേണമെങ്കിൽ സംഭവിക്കാം എന്നുള്ളത് പലപ്പോഴും നമ്മുടെ കേന്ദ്ര മന്ത്രിമാരും അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട് വരുന്ന ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ സ്വാഭാവികമായിട്ടും പറയുന്നുണ്ട്. എന്തായാലും ഈ വർഷം നമുക്ക് ഇലക്ഷൻ നടക്കുന്നൊരു വർഷമായതിനാൽ കുറച്ചധികം പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട്, ഇലക്ഷൻ്റെ ഒരു പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ബഡ്ജറ്റ് ഡിസ്കഷനിലോ മറ്റോ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം വരുമോ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. എന്തായാലും ബഡ്ജറ്റിൽ ഇല്ലാത്തൊരു സാധനം പെട്ടെന്ന് വരാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം ബഡ്ജറ്റ് അലോക്കേഷന് പക്ഷേ പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള പ്രഖ്യാപനങ്ങളാണ്. കാരണം ഇതുവരെ നമ്മൾ ചിന്തിക്കാത്തൊരു പ്രഖ്യാപനമാണ് 2 ആഴ്ചയ്ക്ക് മുമ്പാണ് സംഭവിച്ചത്. അതിവേഗ റെയിലിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ശ്രീധരൻ സാറ് പെട്ടെന്ന് റെയിൽവേ മന്ത്രിയുമായിട്ടൊരു ചർച്ച നടത്തുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ 15 ദിവസത്തിനകം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. തിരുവനന്തപുരം തൊട്ടിട്ട് കണ്ണൂർ വരെയുള്ള ഒരു പാതയാണ്. 15 ദിവസം എന്ന് പറഞ്ഞാൽ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനമാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. എന്താണ് DPR ഒന്നും തയ്യാറായിട്ടില്ല. DPR തയ്യാറാകാൻ പൊന്നാനിയിൽ ഒരു ഓഫീസ് തുറക്കുന്നു. അത് കേട്ടവാതി കേൾക്കാത്ത വാതി സംസ്ഥാന സർക്കാർ ഒരെണ്ണം പ്രഖ്യാപിക്കുന്നു. ഇത് രണ്ടും കൂടെ വന്ന് കേരളം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടിക്കുന്ന സമയത്താണ് കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റിലൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി സംസ്ഥാനം എന്താ ചെയ്യാൻ പോകണമെന്ന് കൂടെ നമുക്കറിയണം. ഇത് രണ്ടു കൂട്ടരും പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടും. ഏറ്റവും സാധാരണക്കാരനാണെന്ന് നോക്കുന്നത് അവന് യാത്ര ചെയ്യണം. അവന് സംസ്ഥാനം തന്നാലും കുഴപ്പമില്ല, കേന്ദ്രം തന്നാലും കുഴപ്പമില്ല. അവന് യാത്ര ചെയ്യാൻ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു സംവിധാനം വേണം. എന്തായാലും ആ ഒരു പ്രഖ്യാപനം വരാത്തത് വലിയൊരു നിരാശയാണ്. വേറൊരു പ്രഖ്യാപനം, പ്രധാനമായൊരു പ്രഖ്യാപനം ഒരു മിനറൽസ് കോറിഡോർ എന്ന് പറയുന്ന സംഗതിയാണ്. അതായത് കേരളം മുതൽ തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ വരെ ബന്ധിപ്പിക്കുന്ന ഒരു ധാതു ഇടനാഴി. ഇതാണ് കേരളത്തെക്കുറിച്ച് കാര്യമായി പറയുന്ന ഒരു സംഗതി. അപ്പോൾ അതിനോട് നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി P. രാജീവ് പ്രതികരിച്ചത്, അതാണ് കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്, അതിന് ഇവിടെ നിന്ന് ധാതുക്കൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് കേരളത്തിന് പ്രയോജനം ചെയ്യുമോ എന്നറിയില്ല. ഏതായാലും അതൊരു പുതിയ പ്രഖ്യാപനം തന്നെയാണ്. ഒരു പുതിയ മിനറൽസ് എന്നുള്ളത് ആഗോള വിപണിയിൽ തന്നെ വലിയ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ്. പ്രത്യേകിച്ച് EV പോലുള്ള വാഹനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് മേഖലകളിലൊക്കെ വലിയ തോതിൽ ആഗോള രംഗത്ത് വലിയ മത്സരം നടക്കുന്നൊരു മേഖല കൂടിയാണ്. ഇപ്പം ചൈനയാണ് ആ രംഗത്ത് ഏറ്റവും കാര്യമായി തന്നെ നിൽക്കുന്നത്. അതിലേക്ക് കടന്നു പോവുകയാണ്, ഇന്ത്യ അതിലേക്ക് വരുന്നു എന്നുള്ളൊരു ഒരു നിലയ്ക്ക് അത് പോസിറ്റീവായൊരു സംഗതിയാണ്. അപ്പം അതെങ്ങനെയായിരിക്കും നമ്മുടെ ഈ മേഖലയിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് കേരളത്തിന് അത് പ്രയോജനം ചെയ്യുമോ എന്നുള്ളൊരു വിഷയം കൂടി അതിലുണ്ട്. അതെ, ക്രിട്ടിക്കൽ മിനറൽസ് എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ വളരെയധികം പറയപ്പെടുന്നുണ്ട്. ക്രിട്ടിക്കൽ മിനറൽസ് നമ്മൾ ചൂഷണം ചെയ്യണം, കാരണം അത് നമുക്ക് വളരെയധികം തൊഴിൽ സാധ്യതകൾ, വ്യാവസായിക സാധ്യതകൾ തരുന്നതാണ്. പ്രത്യേകിച്ച് സാറ് പറഞ്ഞ പോലെ EV മേഖലയിലൊക്കെ അത് വളരെയധികം സാധ്യതകളുള്ളതാണ്. പക്ഷേ അത് നമ്മൾ കേരളത്തിൻ്റെ ബഡ്ജറ്റിലും അതിനെപ്പറ്റി റെഫറൻസ് ഉണ്ടായിരുന്നു. കേരളത്തിലെ ധനമന്ത്രിയും ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മളൊരു മിനറൽ കോറിഡോറിനെ പറ്റി പറഞ്ഞിരുന്നു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആ ഒരു ബഡ്ജറ്റിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പല സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി കേരളത്തിലും അതിലൊരു സംസ്ഥാനമാണ് മിനറൽ കോറിഡോർ വരുമെന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ധാരാളം തൊഴിലവസരങ്ങളും വ്യാവസായികപരമായിട്ട് ധാരാളം വിദേശ നാണ്യം തേടിത്തരുന്ന ഒരവസരമായിട്ട് പല വിദഗ്ധരും അങ്ങനെ അഭിപ്രായപ്പെടുന്നു, പല വ്യവസായ വിദഗ്ധരും പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് കൊണ്ടുവരുന്ന പാരിസ്ഥിതിക ആഘാതത്തെപ്പറ്റി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ ആരവല്ലി
പർവ്വതങ്ങൾ, അവിടെ ഖനനം നടത്തിയിട്ട് അവിടെ വളരെയധികം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വരുന്നു, അതിനെതിരെ ജനങ്ങൾ അവിടെ സമരത്തിലാണെന്നും പറഞ്ഞ് ചില വാർത്തകളൊക്കെ കാണുകയുണ്ടായി. അതുപോലെ തന്നെ കേരളത്തിലെ ഈ മിനറൽ വെൽത്തിനെ പറ്റി ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് പല ഗവൺമെൻറ്റുകൾ, ഒരു ഗവൺമെൻറ് മാത്രമല്ല പല ഗവൺമെൻറ്റുകൾ ശ്രമിച്ചപ്പോഴും ആളുകൾ അതിനെ എതിർക്കുകയും പിന്നെ ജനങ്ങൾ അതിനെ എതിർക്കുകയും അതിനെതിരായിട്ട് നിൽക്കുകയൊക്കെ ചെയ്തു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പിന്നെ അവിടെ ബന്ധന മേഖലകളെ, തീരപ്രദേശത്താണ് മിനറലുകൾ കൂടുതലുള്ളത്, മത്സ്യബന്ധന മേഖലകളെ അത് ധാരാളം വളരെയധികം പാരിസ്ഥിതികമായിട്ട് ബാധിക്കും, കേരളത്തിൻ്റെ പരിസ്ഥിതിയെ തന്നെ അത് ബാധിക്കും. അതേപോലെ ഈ കരിമണൽ ഖനനത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ വളരെയധികം വിവാദങ്ങൾ കേട്ടതാണ്. വൻകിട കമ്പനികൾ വന്നിട്ട് അത് ചൂഷണം ചെയ്യും എന്നൊക്കെയുള്ളത് വളരെയധികം വിവാദങ്ങൾ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ റെയർ എർത്ത് മിനറൽസിൻ്റെ ഈ കോറി റോഡ് സ്ഥാപിക്കുകയാണെങ്കിൽ അത് വളരെയധികം ചർച്ചകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം അതിൻ്റെ പാരിസ്ഥിതിക ആഘാതങ്ങൾ പഠിക്കണം, അതുപോലെ ആ ഭാഗത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിത മേഖലയെ അതെങ്ങനെ ബാധിക്കുമെന്ന് പഠിക്കണം. ഒരുപക്ഷെ വ്യാവസായികമായിട്ട് ധാരാളം വിദേശ നാണ്യം നേടിത്തരുന്നതായിരിക്കാം എന്ന് കരുതുന്നു. അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചാൽ മാത്രം, ഇപ്പോൾ ഒരു പ്രപ്പോസൽ മാത്രമാണ്, അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചാൽ മാത്രമാണ് നമുക്കത് എത്രമാത്രം വിദേശ നാണ്യം നേടിത്തരും, എത്രമാത്രം തൊഴിലവസരം ക്രിയേറ്റ് ചെയ്യുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ മിനറൽസിൻ്റെ കാര്യത്തിൽ ഇപ്പം ഈ സ്വകാര്യ മേഖലയിൽ ഖനനം ഇപ്പോഴും നടക്കുന്നില്ല. കേരളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ തോതിൽ എതിർപ്പുകൾ വന്നു. പൊതുമേഖലയിൽ തന്നെയാണ് ഖനനം നടക്കേണ്ടതെന്നുള്ളതിലേക്കാണ്. മറ്റൊന്ന്, സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്, സംസ്ഥാനങ്ങൾക്ക് കൂടി ഈ ഇതിൻ്റെ വിഹിതം ലഭിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പക്ഷേ കേന്ദ്ര സർക്കാർ ഇതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ഇപ്പം സ്വകാര്യ മേഖലയിലെ സ്വകാര്യ കമ്പനികൾക്കാണോ ഈ ഖനനാവകാശം കൊടുക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടെയുണ്ട്. അതെ. മാത്രമല്ല അത് നമ്മൾ ഈ ഫെഡറലിസത്തെ ബാധിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. കാരണം ഈ സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ എത്ര വിഹിതം കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള ഗ്രാൻറ്റ് ഇപ്പോൾ കേരളം ആവശ്യപ്പെട്ടത് 50% കിട്ടണമെന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രപ്പോസൽ 41% ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ ബഡ്ജറ്റിൽ. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആ ഒരു ഫെഡറലിസത്തെ, അതായത് ശക്തമായ സംസ്ഥാനങ്ങളും ശക്തമായ കേന്ദ്രം എന്നുള്ള ഇത് മാറ്റിയിട്ട് കേന്ദ്രം മാത്രം മതി എന്നുള്ളൊരു നിലപാടിലേക്ക് പോവുകയാണെന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നിയമപരമായിട്ട് സുപ്രീം കോടതിയുടെയും അതുപോലെ മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും എല്ലാത്തിൻ്റെയും സൂപ്പർവിഷനിൽ മാത്രമാണ്. അത് സ്വകാര്യ മേഖലയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ചൂഷണത്തിന്, അതായത് സ്വകാര്യ മേഖലയുടെ ഇപ്പോൾ രാജസ്ഥാനിലൊക്കെയുള്ള അങ്ങനെ പ്രശ്നമാണല്ലോ. ഈ പറയുന്ന സ്വകാര്യ മേഖല ആ രീതിയിൽ ഈ പറയുന്ന നമ്മുടെ ധാതു സമ്പത്ത് മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് സംസ്ഥാനത്തിനൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതും വലിയൊരു ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ ഉപരിയായിട്ടാണ് എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും അത് നമ്മൾ കണക്കിലെടുക്കണം. ഇപ്പോൾ പിന്നെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഹൈസ്പീഡ് റെയിൽവേ ലൈനിൻ്റെ കാര്യത്തിലും അതിനും എനിക്ക് വ്യക്തിപരമായ ഒരു എതിർപ്പുണ്ടായിരുന്നത്. അത് വരുന്ന ഇപ്പോൾ കേരയിൽ എന്ന് പറയുന്ന ആ ഒരു റെയിലിന് ഞാനൊരു എതിരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ള ആളാണ്. അതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതുപോലെ ആളുകളെ ഡിസ്പ്ലേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുമാണ്. പക്ഷേ ഇപ്പോൾ പുതിയ വന്നിട്ടുള്ള ഹൈസ്പീഡ് റെയിലിൽ അങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് അധികം ഇല്ലയെന്നും പറയപ്പെടുന്നു. ഏതായാലും അത് വേറൊരു വശമാണ്. പക്ഷേ ആളുകളെ ഡിസ്പ്ലേസ് ചെയ്യുന്നതും ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതും ആളുകളുടെ പരമ്പരാഗതമായ ജീവിത രീതികൾക്ക് മാറ്റം വരുന്നതുമായിട്ടുള്ളൊരു കാര്യം വരുമ്പോൾ അതിനുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ വളരെയധികമാണ്. കാരണം കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളർച്ചയെ ലക്ഷണമാണ്, വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ബജറ്റാണ് എന്നാണ് നമ്മൾ ധനമന്ത്രി പറഞ്ഞത്. ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പം നമ്മുടെ കമ്മി കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നു, ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വർധനവുണ്ടായിരിക്കുന്നു, ഇങ്ങനെ വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഇതൊക്കെയാണ് ധനമന്ത്രി പറഞ്ഞൊരു കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വളർച്ചയെക്കുറിച്ച് ആണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ വളർച്ചയെ പ്രകടമാക്കുന്ന ഒരു ബജറ്റാണെങ്കിൽ അതിന് ആനുപാതികമായ റെസ്പോൺസ് അല്ലേ ഉണ്ടാകേണ്ടത്? 2047 ഇന്ത്യ വികസിത രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ വരണം എന്നുള്ള ഒരു വലിയ ഡ്രീം പ്ലാനുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോയിരിക്കുന്നത്. നമ്മൾ 2026 നിൽക്കുന്നു. ഇനി ആ ഒരു പ്രഖ്യാപനം അനുസരിച്ച് 21 വർഷങ്ങളാണ് നമ്മളുടെ മുമ്പിലുള്ളത്. ആ 21 വർഷങ്ങളിൽ ആ രീതിയിലുള്ള വളർച്ച ഉറപ്പുവരുത്താനാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. ഇപ്പോഴും ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കണക്കുകളിൽ GDP-യിൽ ഏറ്റവും ഉയർന്ന വളർച്ച ഉണ്ടാകുന്ന ഒരു രാഷ്ട്രം നമ്മുടെ തന്നെയാണ്. ഇത് നമ്മൾ ഈ ഒരു വർഷത്തെ വളർച്ചയിൽ നമുക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളൊരു വർഷമാണ്. ട്രംപിൻ്റെ ഏറ്റവും കൂടുതൽ ഉയർന്ന താരിഫ് നയങ്ങൾക്ക് ശേഷം വന്നൊരു സാഹചര്യമാണിത്. അതിന് കൂടാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഈ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഈ അഗ്രിമെൻ്റ്, ഈ കരാർ ഇതിന് പുറമെ നമുക്ക് നോക്കിക്കഴിയുകയാണെങ്കിൽ
ഈ വളർച്ച കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഡയറക്റ്റ് ടാക്സിൽ ഇൻകം ടാക്സിൻ്റെ പരിധികളൊക്കെ ഉയർത്തി ജനങ്ങൾക്ക് നേരിട്ട്, കാരണം ഇവിടുത്തെ ഒരു വ്യക്തിയുടെ ഒരു പ്രതിശീർഷ വരുമാനം 2,40,000 രൂപയാണ് സർക്കാരിൻ്റെ കണക്കനുസരിച്ചിട്ട്. പക്ഷേ അത് നമുക്കറിയാം 12 ലക്ഷം രൂപ വരെ ഇൻകം ടാക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ 2,40,000 ഏതാണ്ട് 5 ഇരട്ടിയോളം നമുക്കെന്തില്ല, ഇൻകം ടാക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സ്വകാര്യ സ്വത്ത് പരമാവധി സമ്പാദിക്കുന്നതിലും പരമാവധി വരുമാനം ഉണ്ടാക്കുന്നതിനും ഒന്നും വളരെ കുറഞ്ഞ നികുതി നിരക്ക് ഈടാക്കുന്ന ഒരു രാജ്യമായിട്ട് കാണുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും വ്യക്തികളെ സമ്പാദ്യത്തിനും മറ്റു കാര്യങ്ങളൊക്കെ പ്രേരിപ്പിക്കുന്നു. അത് ക്രമേണ മൂലധന വിപണിയിലോട്ടും മറ്റും വരണം, ഇങ്ങനൊരു കാഴ്ചപ്പാട് നിൽക്കുന്നുണ്ട്. ഇൻഡയറക്റ്റ് ടാക്സിലും ഇതുപോലൊരു ബഡ്ജറ്റിനെക്കാട്ടും മുമ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞവർ GST റിഫോംസ് ഒക്കെ വന്നു. 28% സ്ലാബിൽ നിന്ന് 18-ലേക്കും 5-ലേക്കും ടാക്സ് ഇല്ലാത്ത സംവിധാനങ്ങളിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ സാധാരണ ആളുകൾക്ക് നേട്ടം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരുപാട് ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്ത്യ വൻകിട വ്യവസായങ്ങൾക്കൊപ്പം തന്നെ ചെറുകിട വ്യവസായ മേഖലയും കാർഷിക മേഖലയും വളർച്ച നല്ല രീതിയിൽ കൈവരിക്കാതെ, നല്ല രീതിയിൽ ഇവിടെ സേവിങ്സ് ഇല്ലാതെ, നല്ല രീതിയിൽ ആളുകൾ നിക്ഷേപിക്കാതെ ഒരു കാരണവശാലും ഇത് 2047 നമുക്ക് ഈ പറയുന്ന വികസിത രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ വരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സർക്കാർ ഒരു പക്ഷേ ആ രീതിയിൽ പ്രോത്സാഹനമുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നല്ല, നമുക്കൊരു ബഡ്ജറ്റിനെ മാത്രം വെച്ചിട്ട് ഇതിങ്ങനെ ആവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ തുടർച്ച പലതും നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ പ്രതീക്ഷിച്ചു. പക്ഷേ താഴേക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ സാർ പറഞ്ഞ പോലെ. അതെ, അപ്പോൾ അത് വളർച്ചയുടെ ഫിഗറുകളിൽ പ്രശ്നം കാണുന്നില്ല, കാരണം ബാക്കി എല്ലായിടത്തും പ്രശ്നമാണ്, ഇവിടെ വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം ലോകത്തിൽ മൊത്തം വളർച്ച ഒരു താഴോട്ടുള്ള ഒരു പാതയിലാണെങ്കിൽ ഇവിടെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കണക്കുകളിൽ ഭദ്രമാണ്, അത് ഈ രീതിയിൽ തുടരണം. ഈ ഒരു രീതിയിൽ തുടർന്നാൽ 2047 എത്തുമെന്ന് 7% GDP ഗ്രോത്ത് റേറ്റ് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല. അത് കിട്ടണമെങ്കിൽ സംവേർ അറൗണ്ട് ഒരു 10% മുകളിൽ പോകണം. അപ്പോൾ അതത്ര പെട്ടെന്ന് അച്ചീവബിൾ അല്ല എന്നുള്ളതാണ്. നമുക്ക് ഈ GDP ഗ്രോത്ത് എന്നുള്ളൊരു മാനദണ്ഡം വെച്ചുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയെ മീൻസ് ജനങ്ങളുടെ ഒരു വളർച്ചയെ കണക്കിലെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അതെ 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 അതാണ് അതെ ഇത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതെ, ഇപ്പോൾ നമ്മൾ സാധാരണ ഇന്ത്യ ഒരു വികസ്വര രാഷ്ട്രം അല്ലെങ്കിൽ ഡെവലപ്പിംഗ് നേഷൻ എന്നാണ് ഇന്ത്യയെ പറ്റി പറയുക. അപ്പോൾ ഈ GDP ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദേശീയ വരുമാനത്തിൻ്റെ ഒരു വളർച്ചാ നിരക്ക് മാത്രമേ ആകുന്നുള്ളൂ. ശരിക്ക് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ളൊരു വളർച്ച, അത് ജനങ്ങളുടെ വളർച്ചയാണെങ്കിൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണെങ്കിൽ, വികസനമാണെങ്കിൽ, അതേപോലെ അഗ്രികൾച്ചറൽ സെക്ടറിലെ വളർച്ചയാണെങ്കിൽ, ഗ്രാമങ്ങളുടെ ശാക്തീകരണമാണെങ്കിൽ, സ്ത്രീകളുടെ ശാക്തീകരണമാണെങ്കിൽ, സ്ത്രീകളുടെ ശാക്തീകരണത്തിന് ഇന്നത്തെ ബഡ്ജറ്റിൽ കുറച്ച് പ്രോഗ്രാമൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ സമഗ്രമായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളുടെയും ശാക്തീകരണം കൊണ്ടുകൂടി മാത്രമാണ് നമുക്കൊരു വികസിത രാജ്യം എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ GDP-യുടെ ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് GDP-യുടെ 7% ഗ്രോത്ത് എന്നുള്ളതാണ്. തൽക്കാലം നമുക്ക് അതൊരു പ്രശ്നമില്ലാത്ത അങ്ങനെ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു 10%-ലേക്കൊക്കെ വന്നെങ്കിൽ മാത്രമാണ് ഒരു വികസിത രാജ്യങ്ങളുടെ ലെവലിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ കരുതുന്നത് അമേരിക്ക പോലെയുള്ള ഒരു രാജ്യമല്ല ഇന്ത്യ, അതുപോലെ യൂറോപ്പിലുള്ള ചെറിയ ചെറിയ രാജ്യങ്ങൾ പോലത്തെ ഒരു രാജ്യമല്ല ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുമ്പോൾ വിശാലമായ ഒരു സംസ്കാരവും സംസ്കൃതിയും ഒരു സാമ്പത്തിക മേഖലയുമാണ്. അവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതൊക്കെ അഡ്രസ്സ് ചെയ്താൽ മാത്രമാണ് ഇന്ത്യ ഒരു നല്ലൊരു വികസിത രാജ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ അടുത്തയിടെ കണ്ടത്, അത് ചില ആളുകൾ ഇന്ത്യ നെഗറ്റീവായിട്ട് പറയുന്ന, വിദേശീയർ ചില ആളുകൾ നെഗറ്റീവായിട്ട് പറയുന്നത്, ഞങ്ങൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ തെരുവുകളൊക്കെ അത്ര നല്ലതല്ല, മനോഹരമല്ല, പക്ഷേ ഞങ്ങളുടെ രാജ്യങ്ങളിലെ തെരുവുകൾ മനോഹരമാണ് എന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്കൊക്കെയുള്ള ഒരു മാറ്റം നമ്മൾ പൗരബോധം തന്നെ മാറ്റിയെടുക്കണം. അങ്ങനെയുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ പൗരബോധം തന്നെ മാറ്റിയെടുത്ത് ആ രീതിയിലേക്കുള്ളൊരു ചിന്താഗതി വളർത്തിയെങ്കിൽ മാത്രമാണ് നമുക്ക്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയെ ഞാൻ ആദ്യം പറഞ്ഞു, ഗ്രാമങ്ങളിലുള്ള വിദ്യാഭ്യാസ മേഖലയെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. നഗരങ്ങളിൽ മാത്രമാണ് വിദ്യാഭ്യാസം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. വിദ്യാഭ്യാസ ടൗൺഷിപ്പുകൾ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്കുള്ളൊരു ചിന്താഗതിയാണ് പോകുന്നത്. സമഗ്രമായ എല്ലാ മേഖലകളിലും എല്ലാ സെക്ടേഴ്സിലും എല്ലാ ജനവിഭാഗങ്ങളുടെയും വളർച്ച കൃത്യമായിട്ട് വന്നെങ്കിൽ മാത്രമാണ് നമ്മളൊരു വികസിത രാജ്യം എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ.
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ചയും വികസനവും തമ്മിലുള്ള ഡിഫറൻസാണ്. വളർച്ച എന്ന് പറയുന്നത് ഈ GDP ഗ്രോത്താണ്, വികസനം എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ക്വാളിറ്റിയും കൂടെ കൂടിയുള്ള മാറ്റം വരണം, എങ്കിൽ മാത്രമാണ് അതിലേക്ക് ഈ ഗ്യാപ്പ് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതികൾ ഒരു ഘട്ടത്തിൽ UPA സർക്കാർ കൊണ്ടുവന്നത്. അപ്പോൾ അത് ഏകദേശം അതിൻ്റെ പ്രാധാന്യം കുറയ്ക്കുകയും അതിന് ആവശ്യത്തിന് ഫണ്ട് അനുവദിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അത് ഈ ആഗോള ഉദാരവൽക്കരണത്തിൻ്റെ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടാകുമ്പോൾ ആ വളർച്ച താഴേക്ക് കൂടി എത്തണം എന്നുള്ള നിലയിലാണ്, എന്നൊരു സങ്കല്പത്തിലാണ് ഇത് കൊണ്ടുവരുന്നത്. പക്ഷേ ഇന്ന് വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരം പദ്ധതികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടെ നിലവിലുണ്ട്. അതെ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഒരു വലതുപക്ഷ രീതിയിലുള്ള വികസനം എന്ന് പറയുമ്പോൾ, വലതുപക്ഷ രീതിയിലുള്ള ചിന്താഗതിയോടുകൂടെ വികസനം എന്ന് പറയുമ്പോൾ വൻകിട വികസനം, വ്യാപാരങ്ങളുടെ വികസനം, അങ്ങനെയുള്ള വികസനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ആ ചിന്താഗതി എന്ന് പറഞ്ഞാൽ അത് കാലക്രമേണ താഴേക്ക് പോകുമെന്നുള്ളതാണ്. ദുർബല വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിലേക്ക് ചിന്തിക്കുന്നില്ല, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് ഇപ്പോൾ അത് പേര് മാറ്റിയിട്ടുണ്ട്. നമുക്കത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള, ഓർക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പേരായി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ദുർബല വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടി ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്ത അന്ന് പിന്നെ ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്നപ്പോൾ അതേ മൻമോഹൻ സിംഗ് സർക്കാർ തന്നെയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയും കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമായിരുന്നു അത്. പക്ഷേ ആ പ്രോഗ്രാമൊക്കെ എടുത്തു മാറ്റിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കുന്നില്ല. അതുപോലെ പൊതുവിദ്യാഭ്യാസ ശാക്തി, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഫണ്ട് ഗവൺമെൻറ് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെയും പ്രൈവറ്റ് സെക്ടറിനെയും കൊണ്ട് ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ അങ്ങനെയുള്ള പദ്ധതികളിൽ നിന്നൊക്കെ ഗവൺമെൻറ് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിഭാഗം അവിടെ കിടക്കുകയും ഒരു വിഭാഗം മാത്രം ഇങ്ങനെ മുകളിലേക്ക് വരികയും ചെയ്യുമ്പോൾ ഈ സാമ്പത്തിക അന്തരം, അതാണ് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തെ പറ്റി പറയുന്നത്, അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ അധികമൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ എല്ലാം സർക്കാർ കൊണ്ടുവന്നതെല്ലാം ശരി, ഗവൺമെൻറ്റിനൊരു വിഷനുണ്ട് 2047 അത് ഗവൺമെൻറ് അതുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്, അത് ശരി തന്നെ, അത് ഗവൺമെൻറ്റിൻ്റെ അങ്ങനെ പോകേണ്ടത് ഗവൺമെൻറ്റിൻ്റെ റൈറ്റുമാണ്. പക്ഷേ ഈ സാമ്പത്തിക അന്തരത്തെ പറ്റിയിട്ട് പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. എല്ലാവരും ഗവൺമെൻറ്റിനെ സ്തുതി പാടുന്ന ഒരു രീതിയിലേക്ക് പല സാമ്പത്തിക ശാസ്ത്രജ്ഞർ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക്. ഈ 2047 കുറിച്ച് പറഞ്ഞു, ബജറ്റിൽ 2047 ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ടാക്സ് ഹോളിഡേ, വിദേശത്തു നിന്നുള്ള ക്ലൗഡ് മേഖലയിലുള്ള നിക്ഷേപത്തിന് ടാക്സ് ഹോളിഡേ 2047 വരെ ടാക്സ് ഹോളിഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് പറയുന്ന സാങ്കേതിക വിദ്യ IT മേഖലയിലുള്ള വലിയൊരു ഡെവലപ്മെൻറ്റ് ഇപ്പം എനിക്ക് തോന്നുന്നത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെയൊക്കെ ഭാഗമായി വരുന്നൊരു സംഗതിയാണെന്ന് തോന്നുന്നു. അത് വലിയ വികാസം IT മേഖലയിലൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ടോ അത്തരം സംഗതികൾ? അത് പ്രധാനമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടും ഈ വലിയ സെർവേഴ്സ് ഉപയോഗിച്ചുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയൊക്കെയുള്ള മേഖലകളിലുമാണ് അത്തരം പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളത്. അത് ഇനിയുള്ളൊരു കാലങ്ങളിൽ നമുക്കറിയാം, നമ്മളൊരു പഴയ രീതിയിലുള്ള ചിന്താഗതികളൊന്നുമല്ല. തീർച്ചയായിട്ടും ഇത്തരം നവീന മേഖലകളിൽ പ്രോത്സാഹനം കൊടുക്കേണ്ടതുണ്ട്. അത് ഇവിടെ അതിനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം നവീന സാങ്കേതിക വിദ്യകളെല്ലാം പുറത്തുനിന്ന് വരുന്ന സംവിധാനങ്ങളൊക്കെ തന്നെയാണ് അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ളതും, അല്ലെങ്കിൽ ചില യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ ചൈനയിൽ നിന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം സാങ്കേതിക വിദ്യകളെ നമ്മൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുക എന്നല്ലാണ്ട് നിവൃത്തിയില്ല. അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വലിയ ടാക്സോ അല്ലെങ്കിൽ വിദേശ നിക്ഷേപം വരുന്നതിനെ തടസ്സപ്പെടുത്തിയിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ആ രംഗത്ത് സർക്കാർ നടത്തിയിട്ടുള്ളത് അതിനെ ഇരുകൈ നീട്ടി പരമാവധി അവർക്ക് നികുതി ആനുകൂല്യങ്ങൾ കൊടുത്ത് അത്തരം സംവിധാനങ്ങൾ ഇവിടെ വന്ന് അവർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ആരംഭിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ്. അതിലൊരു വലിയൊരു പോരായ്മ കാണുന്നില്ല. കാരണം അതിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു വളർന്നു വരുന്നൊരു ഫീൽഡാണ്. ഈ വളർച്ച ഉണ്ടാകുന്നൊരു ഫീൽഡിൽ അത് എങ്ങോട്ട് വളരുന്നു എന്ന് നോക്കിയിട്ടൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് വളരാൻ തന്നെ അനുവദിക്കാതിരിക്കുന്നത് ശരിയല്ല. ഈ ആഗോള സമ്പദ് വ്യവസ്ഥയിലുണ്ടാകുന്ന മാറ്റവുമായി കണക്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ആ സംഗതികൾ. അതെ, തീർച്ചയായിട്ടും ആഗോള തലത്തിലുള്ള ജിയോ പൊളിറ്റിക്കലി നമ്മൾ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നു. ശാക്തിക ചേരികളിൽ മാറ്റം കാണുന്നു. അപ്പം നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ സന്ധിയാവുന്നു, നമ്മൾ കരാറാവുന്നു. എനിക്ക് തോന്നുന്നത് അധികം താമസിയാണ്ട് തന്നെ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറും യാഥാർത്ഥ്യമാവും എന്നുള്ള സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഇന്നിപ്പോൾ വെനിസ്വേലയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങും എന്ന് ട്രംപാണ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയല്ല പറഞ്ഞത്, ട്രംപ് പ്രഖ്യാപിച്ച കളയാണ്. ഇന്ത്യയുടെ കാര്യങ്ങൾ പോലും കയറി ട്രംപ് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാര്യം ട്രംപ് പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു മറുപടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ.
അപ്പോൾ അതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നമ്മുടെ മന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒക്കെ പറയേണ്ട വിഷയങ്ങളാണ്. നമ്മൾ വെനിസ്വേലയിൽ നിന്ന് വാങ്ങണോ, റഷ്യയിൽ നിന്ന് വാങ്ങണോ, ഇനി സ്വന്തമായിട്ട് നമ്മൾ കുഴിച്ചെടുക്കണോ, ഇനി എണ്ണയോ വാങ്ങുന്നില്ലയോ, അതൊക്കെ നമ്മുടെ തീരുമാനങ്ങളാണ്. എന്തായാലും ഈ ഒരു പുതിയ മേഖലയിൽ നമുക്ക് വിദേശ നിക്ഷേപം അനിവാര്യമാണ്. അതിനെ നമ്മൾ ഉയർന്ന ടാക്സോ മറ്റോ ഏർപ്പെടുത്തി അതിനെ തടഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇപ്പോൾ വിദേശ നിക്ഷേപകർക്ക് പലതരത്തിലുള്ള ടാക്സേഷനും ഒക്കെ കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിക്ഷേപം നടത്താൻ മടിക്കുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഒരു മേഖലയല്ല. ഈ മേഖലയിൽ ഇപ്പോൾ ടെക്നോളജി അവരുടെ കയ്യിലാണ് ഉള്ളത്. അത് അവർ നമുക്കും കൂടെ തരണമെങ്കിൽ ഇങ്ങനെയുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലും ഒക്കെയുള്ള മേഖലകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഇടയിൽ ആളുകൾ, ഒരുപാട് ബുദ്ധി ഉള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമുക്കത് പ്രയോഗിക്കണമെങ്കിൽ സംവിധാനം വേണം. അപ്പോൾ ആ സംവിധാനത്തിന് കുറച്ചുകൂടെ പ്രോത്സാഹനം കൊടുക്കേണ്ടത് അനിവാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ തവണത്തെ ബഡ്ജറ്റിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം പാക്കേജുകൾ അനുവദിച്ചു എന്നുള്ള പരാതി ആരും പറയാൻ സാധ്യതയില്ല. പക്ഷേ കേരളത്തിന് പ്രത്യേകം പാക്കേജ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതെ 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 അതെ. പക്ഷേ അത് കേരളത്തിൻ്റെ ആവശ്യം ആ പാക്കേജ് മാത്രമല്ല, കേരളത്തിന് ലഭിക്കേണ്ട പല സഹായങ്ങളും ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചൂരൽമലയ്ക്കുള്ള സഹായങ്ങൾ, പലതരം ഫണ്ടുകൾ കേരളത്തിന് ലഭിക്കേണ്ട വിഹിതം പോലും ലഭിക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിലൊരു ഫെഡറലിസത്തെ അംഗീകരിക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തോട് കുറച്ചുകൂടെ നീതി കാണിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടോ? അതെ, തീർച്ചയായിട്ടും. കാരണം ഞാൻ ഫെഡറലിസമാണല്ലോ, ഫെഡറലിസത്തെ ശക്തിപ്പെടുത്തണം എന്നുള്ളൊരു അഭിപ്രായം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് ഒന്ന് കേരളത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, ഈ അധികാര ശ്രേണിയിൽ കേരളത്തിൻ്റെ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയതാണ് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാര ശ്രേണിയിൽ. ഒരുപക്ഷെ അതായിരിക്കാം കേരളം പല പാക്കേജുകൾ ആവശ്യപ്പെട്ടിട്ടും അങ്ങനെയൊരു കേരളത്തിന് പ്രത്യേക പരിഗണന തരാതിരുന്നത്. പക്ഷേ കേരളത്തിന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങൾക്കും നമ്മൾ പ്രത്യേക പരിഗണന കൊടുത്തതായിട്ട് കാണുന്നില്ല. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എലക്ഷൻ ഇയർ അല്ല. മാത്രമല്ല ഈ പറഞ്ഞ പോലെ, ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഈ 5 സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനങ്ങളെ പരിഗണിച്ചിട്ടുണ്ട് ഈ റെയിൽ കോറിഡോറിൻ്റെ കാര്യത്തിലെങ്കിൽ. അതെ അതെ, അത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് ഒരു പരിഗണനയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു പ്രത്യേകം ഒരു സ്റ്റേറ്റിനെ എടുത്തു പറഞ്ഞതായിട്ടല്ല, പല സ്റ്റേറ്റുകളെ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു റെയിൽ കോറിഡോറാണ്. നമ്മുടെ റെയിൽ കോറിഡോർ നമ്മുടെ സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ഇത് പല സ്റ്റേറ്റുകളെ ബന്ധിപ്പിച്ചിട്ടുള്ള റെയിൽ കോറിഡോറാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത്, ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾക്ക് പ്രത്യേകമായിട്ട് എന്തോ ഒന്ന് എടുത്തു പറഞ്ഞതായിട്ട് കണ്ടു. അതൊരുപക്ഷെ ഇപ്പോൾ മണിപ്പൂർ കലാപം നടക്കുന്നൊരു സംസ്ഥാനമാണ്, അങ്ങോട്ട് ഒരു പ്രത്യേക പാക്കേജ്, മണിപ്പൂരിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു പാക്കേജ് കണ്ടില്ല. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളെ പ്രത്യേകം എടുത്തൊരു എന്തൊക്കെയോ പ്രത്യേക ആനുകൂല്യങ്ങളായിട്ട് പ്രഖ്യാപിച്ചതായിട്ട് ബഡ്ജറ്റ് പ്രസംഗത്തിൽ കണ്ടു. അപ്പോൾ കേരളം ആവശ്യപ്പെട്ട പലതും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ബഡ്ജറ്റിന് ശേഷമുള്ള പ്രതികരണത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പലരും പറഞ്ഞു, കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ടോ എന്ന് തന്നെ തോന്നുന്ന രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ കേന്ദ്രത്തെ പരിഗണിക്കപ്പെട്ടത് എന്നുള്ള രീതിയിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും പ്രതികരിച്ചതായിട്ട് കണ്ടു. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി നേതാക്കന്മാരുടെ പ്രതികരണം എനിക്ക് കാണാൻ പറ്റിയില്ല. ഇനി അവരുടെ പ്രതികരണം ഇതിന് ശേഷം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണക്ക് കൂട്ടിയ പോലെ വളരെ നിരാശാജനകമാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയാതിരിക്കാൻ വയ്യ. മാത്രമല്ല, കേരളത്തിൻ്റെ ചില പ്രത്യേകിച്ച് റബ്ബർ, കാർഷിക മേഖലയിൽ റബ്ബറിന് നമ്മൾ എന്തെങ്കിലും ഒരു സപ്പോർട്ട് തരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതിനൊരു സപ്പോർട്ടും തന്നില്ല. നാളികേരം പറഞ്ഞ പോലെ തന്നെ നാളികേരം കേരളത്തിലല്ല കൂടുതലുള്ളത്, കശുവണ്ടി കേരളത്തിലല്ല കൂടുതലുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയും പ്രത്യേകമായിട്ടൊരു കേരളത്തിന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ NK പ്രമേന്ദ്രൻ MP പറഞ്ഞത് കശുവണ്ടി മേഖലയ്ക്ക് പ്രത്യേക പദ്ധതി അനുവദിക്കുന്നത് കേരളത്തിന് വലിയ ഗുണം ചെയ്യും എന്നുള്ളതാണ്. പഴയ കൊല്ലം വെച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തലായിരിക്കും. പക്ഷേ ഇപ്പോൾ കൊല്ലത്തൊക്കെ അവിടെ കശുവണ്ടിയുടെ വ്യാവസായികം, അതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. കാർഷിക മേഖല അവിടെ ഇല്ലല്ലോ. കൊല്ലത്ത് കർഷകരില്ല. ആ കമ്പനികൾ നടത്തുന്നത് പോലും പലതും ഇപ്പോൾ മാർവാടികളാണോ? അത് വരുന്നത് വേറെ ആഫ്രിക്കയിൽ നിന്നൊക്കെയുള്ള, അങ്ങനെ വിദേശത്തു നിന്നുള്ള കശുവണ്ടി ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടാണ് അത് പിന്നെ പീൽ ചെയ്ത് പ്രോഡക്റ്റായിട്ട്, ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും കൂലിയോ അങ്ങനെ ഒരു കാര്യങ്ങളോ ഇതിൽ നിന്ന് വരുന്നില്ല. ഇത് കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് കശുവണ്ടി മേഖലയുടെ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കശുവണ്ടി മേഖല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലയോ കണ്ണൂർ ജില്ലയോ അങ്ങനെ കുറച്ച് മേഖലകളിലേ ഉള്ളൂ. അതിനുശേഷം കർണാടകയിലും ഗോവയിലും അങ്ങനെ ആ ഒരു സ്ട്രെച്ചിലൊക്കെയാണ് കൂടുതൽ കശുവണ്ടി ഉള്ളത്. ഈ നേരത്തെ ഈ നഗരങ്ങളുടെ വികസനത്തെക്കുറിച്ചും കേരളത്തിന് പ്രതീക്ഷയുള്ള ഒരു സംഗതി അതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇപ്പം BJP ആണ്.
അപ്പോൾ ഈ തിരുവനന്തപുരത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കും? ഇപ്പോൾ നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് പോയി, അപ്പോൾ എന്തെങ്കിലും ഒരു തിരുവനന്തപുരത്തിന് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ബജറ്റിൽ. അവർ ഭരിക്കുന്ന ഒരു പ്രദേശമെന്ന നിലയിൽ എന്തെങ്കിലും ഒരു പാക്കേജ് പ്രഖ്യാപിക്കുമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു പ്രഖ്യാപനം. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ചില നഗരങ്ങളുടെ വികസനത്തെക്കുറിച്ചൊരു സൂചന ഈ ബജറ്റിൽ പറയുന്നുണ്ട്. ഏതൊക്കെ നഗരങ്ങളാണെന്നൊന്നും പറയുന്നില്ല. അതിൽ തിരുവനന്തപുരം ഉൾപ്പെടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഉള്ളൊരു പ്രതീക്ഷ. അതെ. തിരുവനന്തപുരം ഉൾപ്പെടേണ്ടതുണ്ട്. കാര്യം എന്ന് വെച്ചാൽ രണ്ട് സാഹചര്യങ്ങൾ ഒന്നാമതുണ്ട്. അതിനകത്ത് തിരുവനന്തപുരത്ത് നമ്മുടെ BJPക്ക് ആദ്യമായിട്ടൊരു കോർപ്പറേഷൻ കിട്ടി. പിന്നെ ഒരുപക്ഷെ സ്റ്റേറ്റിൽ ഇലക്ഷൻ നടക്കുമ്പോൾ, കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ BJP പ്രതീക്ഷിക്കുന്ന സ്ഥലം, ഒരുപക്ഷെ 4-5 സീറ്റ് വരെ അവരവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷകൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് പറഞ്ഞ് മാത്രം കാര്യമില്ല. ജനങ്ങൾക്ക് മുമ്പിൽ കിട്ടുന്ന, ജനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹൈലി റെസ്പോണ്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് തന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഭരിക്കുന്നു, നിങ്ങളുടെ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് തന്നു? വന്നിട്ട് വളരെ 1-2 മാസമായുള്ളൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളില്ല. ഇലക്ഷന് തൊട്ട് മുമ്പ് നിൽക്കുമ്പോഴൊക്കെ പ്രഖ്യാപനങ്ങൾക്ക് വലിയ സാധ്യതകളാണ്. അതൊരു പക്ഷേ എന്തോ ബഡ്ജറ്റിൽ കാണുന്നില്ല, ഒരു പക്ഷേ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിൻ്റെ എന്തെങ്കിലും വരുമ്പോൾ അലോക്കേഷൻസിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ സർക്കാർ ഈ അമൃത് പദ്ധതികളും ഒക്കെ പല രീതിയിലുള്ള പദ്ധതികളുമായിട്ട് നഗരവികസനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല കുടിവെള്ളം കിട്ടണം, നമുക്ക് സ്വസ്ഥമായിട്ട് റോട്ടിലൂടെ നടക്കാൻ പറ്റണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ പാർപ്പിട സംവിധാനങ്ങളാണെങ്കിൽ അത് അതിവേഗ, ഇപ്പോൾ റെയിലിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കൊച്ചിയിൽ മാത്രമാണ് നമുക്ക് മെട്രോ ഉള്ളത്. ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും അതിനൊക്കെ ബെനിഫിഷ്യറീസ് ഒരുപാട് പേരുള്ളതാണ്. അതൊക്കെ നമ്മൾ കേരളത്തെക്കുറിച്ചൊരു പരാതി ഉണ്ടായിരുന്നത് ഈ റെയിൽവേ ബജറ്റൊക്കെ തയ്യാറാക്കുന്നതിന് മുമ്പ് നേരത്തെയുള്ള പരാതിയാണ്. കൃത്യമായ ഒരു പ്രപ്പോസൽ കേരളം കൊടുക്കാറില്ല എന്ന പരാതി നേരത്തെ തൊട്ടുണ്ട്. പക്ഷേ ഇവിടെ കൃത്യമായ പ്രപ്പോസൽ പല കാര്യങ്ങൾക്കും കൊടുത്തിട്ടും അത് പരിഗണിച്ചിട്ടില്ല എന്നുള്ളൊരു സംഗതി. അങ്ങനെയും കൂടെ നമുക്ക് പറയാം. കാര്യം വെച്ചാൽ പ്രപ്പോസലുകൾക്ക് എല്ലാറ്റിനും അലോക്കേഷൻ ഒരുപക്ഷെ സ്റ്റേറ്റിന് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റി കാണില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ ബോറോ ചെയ്തിട്ട് തന്നെയാണ് കേന്ദ്രവും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അലോക്കേഷൻസ് എല്ലായിടത്തും എത്തണം എന്നുള്ളതാണ്. കാരണം എല്ലായിടത്തും മിക്കവാറും ഭരിക്കുന്ന BJP സർക്കാരുകളാണ്. കാരണം അവിടെ എല്ലാം ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം അവരുടെ മേഖലയിലേക്ക് വലിക്കാനുള്ള ശ്രമം നടത്തും. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഭാവിയിൽ വളരെ പെട്ടെന്നൊരു ഭരണം കിട്ടിയില്ലെങ്കിലും കുറച്ചൊരു 10 വർഷത്തിനപ്പുറത്ത് പ്രതീക്ഷിക്കുന്നൊരു കാര്യമാണത്. ഒരു പക്ഷേ വരുന്ന സമയത്ത് നല്ല നല്ല പ്രഖ്യാപനങ്ങളും ഒക്കെ നമുക്ക് കിട്ടുമായിരിക്കാം, പദ്ധതികൾ കിട്ടുമായിരിക്കാം എന്നുള്ളത് പ്രതീക്ഷിക്കാനല്ലാണ്ട് നമുക്ക് വേറെ നിർവാഹമില്ല. എനിക്ക് വേറൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. ഈ എക്കണോമിക് റിവ്യൂവിൽ, കഴിഞ്ഞ ടേബിൾ ചെയ്ത എക്കണോമിക് റിവ്യൂവിൽ പറയുന്ന ഒരു കാര്യം, സാമ്പത്തിക വളർച്ചയുണ്ട് എന്നത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ വേറൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് 2026 ഒരു പക്ഷേ 2008 ഉണ്ടായതിനേക്കാൾ രൂക്ഷമായ ഒരു റിസഷനുള്ള സാധ്യത ആഗോളതലത്തിലുണ്ടാകാനുള്ള സാധ്യത ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യണമെന്ന നിലയ്ക്ക് എക്കണോമിക് റിവ്യൂ പറയുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ 2008 റിസഷൻ ഇന്ത്യക്ക് വലിയ പ്രശ്നമില്ലാതെ പോയത് നമുക്ക് വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു പൊതുമേഖല അടിത്തറ, ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലയിൽ ഉണ്ടായിരുന്നു പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുന്നറിയിപ്പിനെ ഈ ബഡ്ജറ്റ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ഗൗരവമായൊരു വിഷയം കൂടിയുണ്ട് അതിൽ. അതെ. കാരണം അങ്ങനെ ഒരു റിസഷന് സാധ്യതയുണ്ടെന്നുള്ളൊരു പ്രഡിക്ഷനാണ്. കാരണം ലോക സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ളൊരു പാക്കേജ് ഈ ബഡ്ജറ്റ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് 2008 റിസഷൻ നമ്മൾ ഫേസ് ചെയ്തതിൻ്റെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു പൊതുമേഖലയിലുള്ള ആ ഒരു ശക്തമായൊരു പൊതുമേഖല അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടർ വോളട്ടൈലാണ്, ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ രീതി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനൊരു പാക്കേജായിട്ട് പ്രത്യേകമായിട്ട് ഗവൺമെൻറ് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചറിന് ഗവൺമെൻറ് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഒരു വളർച്ചയാണ് ഗവൺമെൻറ് മുന്നിൽ കാണുന്നത്. അപ്പോൾ ആ വളർച്ചയിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന റിസഷനെ കൗണ്ടർ ചെയ്യാൻ പറ്റിയേക്കെന്നുള്ളൊരു ധാരണയായിരിക്കും ഗവൺമെൻറ്റിനുള്ളത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ബഡ്ജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാമുകളാണ് ഇപ്പോൾ പറഞ്ഞ പോലെ ഇടനാഴികൾ, അതുപോലെ മറ്റ് പല കാര്യങ്ങൾ, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിന് ഇൻവെസ്റ്റ്മെൻറ്റിന് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നു. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ വളർച്ചയെ ഉന്നം വെച്ചിട്ടാണ് അല്ലെങ്കിൽ തൊഴിലവസരങ്ങളെ
ക്രിയേറ്റ് ചെയ്യുന്നതിന് ഉന്നം വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റിൻ്റെ ഒരു പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ മുൻനിർത്തി വളർച്ച കൊണ്ട് ഈ പറയുന്ന റിസഷനെ കൗണ്ടർ ചെയ്യാം, ആഗോളമായിട്ട് വരുന്ന റിസഷനെ കൗണ്ടർ ചെയ്യാം എന്നുള്ളതായിരിക്കാം ഗവൺമെൻറ്റിലെ സാമ്പത്തിക വിദഗ്ധരുടെ പ്രതീക്ഷ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇക്കാര്യം. എന്തായാലും ഈ സബ്കാ സാത്ത് സബ്കാ വികസൻ എന്നുള്ള പറയുന്ന ഈ ബജറ്റിൻ്റെ ഒരു സത്ത അതാണെന്നാണ് ധനമന്ത്രി പറയുന്നത്. ആ നിലയിൽ ഒരു പ്രഖ്യാപനം ഏതായാലും ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതകൾ, വിദേശത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതകൾ, ഇതിനൊക്കെ ടാക്സ് ഹോളിഡേ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സബ്കാ വികസൻ എന്ന് പറയുന്ന പദ്ധതി, ആ പറയുന്ന മോട്ടോ, അത് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ ബജറ്റിൽ കാര്യമായി ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം മുൻ ബജറ്റുകളിലൊക്കെ ഇപ്പോൾ ഈ ഇലക്ഷൻ ബജറ്റ് അല്ല എന്ന് പറയാൻ ഒരു കാരണം, ഈ 5 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അസാമിൽ മാത്രമാണ് BJPക്ക് ഒരു അധികാരത്തിനടുത്ത് ഭരിക്കുന്നതും നിലവിൽ അധികാരം കിട്ടാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ കേരളം, തമിഴ്നാട്, ബംഗാൾ ഈ സംസ്ഥാനങ്ങൾ BJPക്ക് സാധ്യതകൾ കുറഞ്ഞ സംസ്ഥാനമാണ്. ബംഗാൾ മാത്രമാണ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുള്ളത്. അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയായിരിക്കും ഈ പറയുന്ന പോലെ കാര്യമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാതെ പോയതെന്ന് എനിക്ക് തോന്നുന്നു. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പറയുമ്പോൾ ടൂറിസം മേഖലയിൽ കുറച്ച് പ്രഖ്യാപനങ്ങൾ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. ഒരു ടൂറിസം കോറിഡോറിനെ പറ്റി പറയുന്നുണ്ട്. സീപ്ലെയിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ആയുർവേദത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പരിഗണനകൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ പരിഗണനകൾ ഈ പറയുന്ന തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും വളർച്ചയെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷ ഗവൺമെൻറ്റിനുണ്ടെന്നാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ ഇന്നിപ്പം നല്ല പ്രതികരണമായിരുന്നില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടായതെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ അത് മാറാനുള്ളൊരു സാധ്യത ഉണ്ടോ? ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും ബഡ്ജറ്റിൻ്റെ ഒരു ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മാർക്കറ്റ് പെട്ടെന്ന് റിയാക്ട് ചെയ്തിരിക്കുകയാണ്. അത് പോസിറ്റീവ് അല്ല. അപ്പോൾ ഇനി എന്താണ് ഓരോ മേഖലകൾക്കായിട്ട് കരുതി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത് നമുക്കൊരു ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ട്, ഒരു സെക്ടർ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ബ്രോഡ് ഐഡിയ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കാരണം സർക്കാർ ഇങ്ങനെ എത്ര അലോക്കേഷൻസ്, ഇന്ന പദ്ധതികൾ നടപ്പാക്കാൻ പോകുന്നു, അപ്പോൾ ഇതെങ്ങനെയാണ് ഓരോരോ സ്ഥാപനങ്ങളെ ബാധിക്കുന്നത്, ഒരു ഇൻഡസ്ട്രിയെ ബാധിക്കുന്നത്, അത്തരത്തിലുള്ളൊരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നമ്മൾ നടത്തുമ്പോഴേക്കും ആയിരിക്കും വിപണി പ്രതികരിച്ച് കളി ആ രീതിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വിപണി ഒരു കറക്റ്റീവ് പാതയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വിപണി ഒരു ഇൻഡെക്സ് വൈസ് വലിയ തകർച്ചകളൊന്നും നമുക്ക് കഴിഞ്ഞ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വന്നപ്പോഴൊന്നും നമുക്ക് വന്നിട്ടില്ല. വിപണി കൃത്യമായിട്ട് നമുക്കറിയാം. ഒരു നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏതാണ്ട് 25,000 പോയിൻറ്റിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഇപ്പോൾ. എൻ്റെ ഒരു പ്രതീക്ഷ അടിസ്ഥാനത്തിൽ നമുക്കൊരു അതിൻ്റെ ഒരു 30 വർഷത്തെ ആവറേജ് ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 12-15% ഇടയ്ക്കാണത് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ വെച്ച് നമുക്ക് പറയുകയാണെങ്കിൽ 1, 2, 3 വർഷം കൊണ്ട് ഇതൊരു 30,000 പോയിൻറ്റ് കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാ കമ്പനികളിലും കാണാൻ പറ്റില്ലെങ്കിലും ഇന്ത്യയിലെ മുൻനിര കമ്പനികളുടെ ഒരു പ്രവർത്തനത്തിലൊക്കെ വലിയ രീതിയിലൊരു ഡാമേജ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇത്തരം അവസരങ്ങൾ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല അവസരങ്ങളാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടെന്നുണ്ടാകുന്ന റിയാക്ഷനുകൾ, വളരെ നല്ല കമ്പനികൾ കുറഞ്ഞ മൂല്യത്തിന് നമുക്ക് കിട്ടാനുള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ അത്തരം അവസരങ്ങൾ നിക്ഷേപകർ ഉപകാരപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ അതിനോട് നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത ഗോൾഡും സിൽവറിൻ്റെയൊക്കെ വില കയറുന്നത്. പക്ഷേ അവിടെ ഒരു കറക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പണത്തിന് എങ്ങോട്ട് പോകാൻ പറ്റും? കാരണം പലിശ നിരക്കുകൾ ഉയരുന്നൊരു സാഹചര്യത്തിനുള്ള ഇത് കുറച്ച് ബുദ്ധിമുട്ടാണിപ്പോൾ. പലിശ നിരക്കുകൾ താഴ്ന്നാണ്. അപ്പോൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻസിൽ കൂടുതൽ നിക്ഷേപം നടത്തി അവിടുന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കുറയുമ്പോൾ വീണ്ടും ഇക്വിറ്റിയിലോട്ട് നിക്ഷേപം വരികയാണ് അതിനുള്ളൊരു സാധ്യത. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ നല്ല നല്ല കമ്പനികളിൽ മികച്ച അവസരങ്ങൾ നിക്ഷേപകർക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ കിട്ടും. അപ്പോൾ അത് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക എന്നുള്ളതാണ് നിക്ഷേപകർ ചെയ്യേണ്ട കാര്യം. തീർച്ചയായിട്ടും നമുക്ക് പല മേഖലകളെക്കുറിച്ചും ഒരു കാര്യമായി തന്നെ ഒരു ചർച്ച നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. രണ്ടുപേർക്കും നന്ദി. താങ്ക് യു.